നമസ്കാരം. വുമൺസ് ഡേ പ്രമാണിച്ചിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് സ്ത്രീകളുടെ ഒരു മണി മാനേജ്മെന്റ് നന്നാക്കാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മാർച്ച് 1 തുടങ്ങി മാർച്ച് 8 വരെ എനിക്ക് ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തതിലും പെൻഡാട്ടിൽ ഒരുമിച്ച് നമ്മൾ ക്ലയൻ്റായിട്ട് വന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കൂട്ടത്തിൽപ്പെട്ട എനിക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് 8 പേരെ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവരിൽ നിന്ന് ഉള്ള സമൂഹത്തോടെ അവരെ ഇൻ്റർവ്യൂ ചെയ്യാന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് സുജിത കാരയിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അപ്പോൾ സുജിത തയ്യാറായി ഇന്ന് നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പോൾ സുജിത ഉള്ളത് US ഷിക്കാഗോ. പിന്നെ സുജിത ഒറാക്കിളിൽ വർക്ക് ചെയ്യുന്നു. കുന്നംകുളത്ത് തൃശ്ശൂർ നാട്ടിൽ നിന്നാണ് സുജിത ജനിച്ചതും വളർന്നതൊക്കെ. അത് കഴിഞ്ഞ് ബാംഗ്ലൂർ ഒറാക്കിളിൽ വർക്ക് ചെയ്ത് അവിടെ നിന്ന് US പോയി. ഇപ്പോൾ ഫാമിലിയായിട്ട് ഹസ്ബൻഡ് ഹരി, മകൾ സാഷ വളരെ സന്തോഷമായിട്ട് US ജീവിക്കുന്നു. അപ്പോൾ താങ്ക് യു സുജിത ഇൻ്റർവ്യൂവിന് തയ്യാറായതും. ആൻഡ് സുജിതനായിട്ട് സംസാരിക്കുക എങ്ങനെ സുജിത കരിയറും ലൈഫും മണി ലൈഫൊക്കെ നന്നായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ താങ്ക് യു ആൻഡ് വെൽക്കം. അപ്പോൾ ഓക്കെ സുജിത, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വിക്ക് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ സുജിത ഒന്ന് പറയണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് സുജിത, എങ്ങനെ കരിയർ സ്റ്റാർട്ട് ചെയ്തു, ഹൗ ഇസ് യുവർ ലൈഫ്, ചൈൽഡ്ഹുഡ് കാര്യങ്ങളൊക്കെ ഇപ്പം എങ്ങനെ പോകുന്നു? Okay, sure. Yeah. First of all, thank you. It's definitely, I'm so proud that, you picked me on this Women's Day. And as you said, even for me, women empowerment, Women's Day celebration, bringing up, empowering women around the world, it's like a big thing for me. So, yeah, first of all, thank you. And, it's a like-minded people, right? I really think that everybody should think about empowering any other person. Doesn't matter whether you are a man, woman, doesn't matter, right? So I completely agree, and thank you for doing this. Talking about me, as you said, I'm born and brought up in Kerala, and I'm from Kunnakulam. Then I did my schooling in Thrissur, Achuttottathane na cheythathu. But പക്ഷെ ഗ്രോയിങ് അപ്പ് എപ്പോഴും എനിക്ക് നമ്മൾ നന്നായി പഠിക്കണം, ജോലി കിട്ടണം, അങ്ങനെ ഒരു നല്ലൊരു ആഗ്രഹമുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ തൃശ്ശൂരായിരുന്നു ഡിപ്ലോമയ്ക്ക് പഠിച്ചത്, കമ്പ്യൂട്ടർ സയൻസ്. അത് കഴിഞ്ഞ് കോയമ്പത്തൂർ എഞ്ചിനീയറിംഗ്. അത് കഴിഞ്ഞ് ഐ ഗോട്ട് ബാംഗ്ലൂരിൽ ജോലി കിട്ടി. ഓൾമോസ്റ്റ് ഒരു 7 years ഒറാക്കിളായിരുന്നു ഞാൻ ജോലി ചെയ്തത്. പിന്നെ when I was about to get married, Oracle itself gave me a international transfer to the US. I think, I was doing really good, and, people really loved me. So I've been with Oracle for almost 16 years now. Okay. So, yeah, so it has been a great journey, and, I built my career from the ground up. So, I think, I'm really happy to work with, good people and, good mentors. So really happy with career. And coming to family, I married someone from Chennai, and happily married. He's also an engineer, working in KPMG in the US, and I have a daughter who's 3-year-old, Sasha. So happy family, good life. Okay. So that's where we are. Yeah. Okay, thank you. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നമ്മുടെ ഓഡിയൻസും ഇതിൽ ഒത്തിരി പേരുണ്ടാവില്ല. ഇപ്പോൾ സുജിനെ പോലെ ഇപ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, അവരും നോക്കുന്നുണ്ടാവും എങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാന്നൊക്കെ കുറിച്ച്. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരു ബാംഗ്ലൂരിലത്തെ ഫസ്റ്റ് ലൈഫ്, ഹൗ ഡിഡ് യു മാനേജ് ഈ പ്രൊമോഷനും കാര്യങ്ങൾ എന്നുള്ളത്? എന്തൊക്കെ ക്വാളിറ്റീസാണ് സുജിതയ്ക്ക് തോന്നിയത് ഇത്തരം ക്വാളിറ്റി ഉള്ളതിൻ്റെ പേരിൽ കരിയറിൽ ഗ്രോത്ത് കിട്ടിയെന്നുള്ളത്? Okay, yeah, sure. So as I said, ഞാൻ ചെറുപ്പത്തിലേ എനിക്ക് ഇങ്ങനെ ജോലി ചെയ്യണം, പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോ so especially when I did my engineering, I did in Coimbatore, Karunya Institute of Technology. It was a very good college, and എല്ലാം നല്ല രീതിയിലായിരുന്നു. പിന്നെ other thing which I really liked about the college is that we get to interact with a lot of people from different parts of the world, right? I mean, especially India, or NRIs, a lot of NRIs.
അപ്പൊ നമ്മൾ അവരെയൊക്കെ നോക്കി കണ്ടുപിടിക്കുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ, അതൊക്കെ ലൈക്ക് ദാറ്റ് വിൽ ഓൾ ടേക്ക് യു ടു ദ നെക്സ്റ്റ് ലെവൽ. എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു കേരളത്തിൽ പഠിക്കുമ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചാലും വി ഡോണ്ട് ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പോ ആക്ച്വലി നമ്മൾ വേറെ NRI കുട്ടികളുടെ അടുത്തും ബാക്കിയുള്ള കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അറിയണത് ലൈക്ക് വി സ്റ്റിൽ ഡോണ്ട് നോ ഹൗ ടു ടോക്ക് ഫ്ലുവൻ്റ്ലി ഇൻ ഇംഗ്ലീഷ്. അപ്പോ അതൊരു ഭയങ്കര ഒരു ബാരിയർ ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോഴും ഇത് ഞാൻ നാട്ടിലത്തെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നല്ല നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. ഐ ഓൾവേസ് എൻകറേജ് ദം ടു ടോക്ക് ഇൻ ഇംഗ്ലീഷ് ബിക്കോസ് ദാറ്റ്സ് ലൈക്ക് നോൺ നെഗോഷ്യബിൾ, റൈറ്റ്? എസ്പെഷ്യലി നമ്മളിപ്പോ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക, ഇംഗ്ലീഷിൽ ഇമെയിൽ എഴുതുക, ഇതൊക്കെ ബിക്കോസ് വിൽ ബി ഓൾവേസ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ഔട്ട്സൈഡ് ഇന്ത്യ, റൈറ്റ്, മോസ്റ്റ് ഓഫ് ദ ടൈം. സോ അപ്പൊ നമ്മുടെ കുട്ടികൾക്ക്, എസ്പെഷ്യലി കേരളത്തിലെ കുട്ടികൾക്കുള്ള ആ ഒരു മേ ബി ആ ഒരു ഷൈനെസ്സോ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത കാരണോ എന്താണെന്ന് അറിയില്ല, ബട്ട് വി ഓൾവേസ് ടേക്ക് എ ബാക്ക് സീറ്റ്. അപ്പോ അതായിരുന്നു വൺ ഓഫ് ദ ബാരിയർ. ഐ വാണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഐ വാസ് talking in English all the time and watching all the documentaries, news, even if it's movies or whatever it is, just make sure that you get the language right. Pinna I always felt my successful, the one quality which I attributed to my success is that hardworking. Like you have to, especially when you are just got out of college, you have to make sure that you are very dedicated and committed to your work and accountability, right? Like ആരെങ്കിലും നമുക്കിപ്പോ ഒരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും ചെയ്യുക, 100% നമ്മളത് ലൈക്ക് ഫുൾ അക്കൗണ്ടബിലിറ്റി എടുത്തിട്ട് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ്. പിന്നെ ഐ ഓൾവേസ് ലൈക്ക് വാസ് റിയലി വർക്കിംഗ് ഹാർഡ് ഇനീഷ്യൽ couple of years. So that is the reason if Oracle international transfer get, I think only 2 or 3 people got it. That's it. Oracle will never send people to the US because we have a big base in India also, right? Like we have a big development center in Bangalore, Hyderabad, Noida. So there is no need for them to send people to the US. But since I was really dedicated and committed, and they really liked me and they didn't want to let me go, so they just gave me that. Yeah. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ ഈവൻ പലപ്പോഴും നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഈ ഒരു എന്നെ കൊണ്ട് പറ്റില്ല, ഇത് ഞാൻ വലിയ നല്ല ഗുഡ് ബുക്സിലല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിരുന്ന, സോ അങ്ങനത്തെയൊക്കെ ഒരു സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനത്തെ സ്ട്രഗിൾ ഉണ്ടായിട്ടുള്ളത്, ആ സ്ട്രഗിൾ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പറയാമോ? ഓക്കെ, യാ. സോ സത്യം പറഞ്ഞ ഫസ്റ്റ് സ്ട്രഗിൾ ഈ കോളേജിൽ പോയപ്പോഴാണ് നമ്മൾക്ക് കേരളത്തിൽ പഠിക്കുമ്പോൾ ഞാൻ അറ്റ്ലീസ്റ്റ് ക്ലാസ്സിലെ ടോപ്പറും സെക്കൻഡ് ടോപ്പറും അങ്ങനെയൊക്കെ ആയിട്ട് ഇറ്റ് വാസ് ഗുഡ്. പക്ഷെ നമ്മൾ കോളേജിൽ പോയപ്പോഴാണ് അറിയണത് വേറെ നല്ല കാലിബറുള്ള കുട്ടികളെ കൂടെ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ നമ്മൾ അത്ര വലിയ ആളൊന്നല്ല. അപ്പൊ യു ഹാവ് ടു ലൈക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഫസ്റ്റ് കുറെ വിഷമം ഉണ്ടാവും, കാരണം I'm not even in the top 5 student in the class, like always like there are better people than debating, they know a lot of things. It's just not about the topic of like computer science, right? Okay. They know a lot of things. Avarku oru overall look about world view എല്ലാം ഉണ്ട് അവർക്ക്. നമുക്ക് അതൊന്നുമില്ല. നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ we just focus only on our like syllabus, right? അപ്പൊ നമ്മള് ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. ലൈക്ക് യു ജസ്റ്റ് ഡോണ്ട് നോ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഹൗ സോ അതാ പറയുന്നത്. നമ്മളിപ്പോ ഡിബേറ്റിന് പോയാലും, എസ്പെഷ്യലി നമ്മുടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റിൽ വൺ ഓഫ് ദി റൗണ്ട് വാസ് ഡിബേറ്റ്. ബേസിക്കലി യു വിൽ ഗെറ്റ് എ topic and you have to talk about it. Like it could be anything, like poverty in India or like economy or whatever it is. Be it war. So you have to talk about varied subjects, right? So I always felt that we have to be a little more aware. That's why നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പേപ്പർ വായിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, നമ്മളല്ല സമയത്ത്. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളെ it will all just make you apart from other students. അപ്പൊ അങ്ങനെ നമുക്ക് കുറെ സ്ട്രഗിൾ ഉണ്ടായിരുന്നു കോളേജിൽ. കാരണം എവറിബഡി വിൽ മേക്ക് ഫൺ ഓഫ് യു, അവർ ആക്സെന്റ്, നമുക്ക് ആ ആക്സെന്റ് ഉണ്ട്. അപ്പൊ അത് കുറച്ച് പ്രശ്നമായിരുന്നു ഇനീഷ്യലി. പിന്നെ നമുക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടിയപ്പോ they will also help you, like okay, do this,
they will give you. So and the seniors I think I was very close to my seniors, so they all helped me, like, to groom me, like, to change that ആ കേരളത്തിലത്തെ ആ ഒരു മൈൻഡ് സെറ്റിനെ നമ്മളൊന്നും കൂടി കുറച്ചും കൂടി ബ്രോഡൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ സീനിയേഴ്സ് ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Okay. So that's really helpful. Even in Bangalore also, I had like good roommates. So I used to like learn from them, like, Delhi the പിള്ളേരാണെങ്കിലും. But I was always ready to learn. I think that's what one of my strength was, like, I was always ready to learn from everybody, especially if I see that, they are good quality. Even നമ്മളിപ്പോ ഒരാളടുത്ത് പെരുമാറുന്നതാണെങ്കിലും, ഇപ്പൊ ഓഫീസിലൊക്കെ ആണെങ്കിൽ യു ഡീൽ വിത്ത് ലോട്ട് ഓഫ് ഡിഫറെന്റ് പീപ്പിൾ, റൈറ്റ്? അപ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നമ്മള് ദേഷ്യമൊന്നും കാണിക്കാൻ പറ്റത്തില്ല, റൈറ്റ്? Yeah, you can't be like very egoistic. You are in a working environment, so you have to deal with some tantrums from some team leads, managers. അപ്പൊ നമ്മളതൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട്, like, don't take anything personally, right? Like, it's all work related. So plus, if you have done something wrong, you have to admit it. Like, you have to say that it's a mistake, or I missed the timeline, all that. So it's all a learning process, basically. First couple of years are definitely a learning process. So attitude is very important. പിന്നെ ചില സമയത്താണെങ്കിൽ നമുക്ക് കുറെ വർക്ക് പ്രഷർ ഉണ്ടാവും പെട്ടെന്ന്. Yeah, so you can't be always like 9 to 5 ഞാൻ വർക്ക് ചെയ്യുള്ളൂ, അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് ഒന്നും നമുക്ക് ഫസ്റ്റ് ഒന്നും വർക്ക് ആവില്ല, unless you build your credibility, അതുവരെ നമ്മൾ കുറച്ച്, like, you have to be flexible with timings, sometimes all that, definitely. So I think till today, I think that's what it helped me grow in my career, because I've been always flexible. I always take very എന്താ പറയാ, നല്ല പ്രഷർ ഉള്ള പ്രോജക്റ്റ് ഒക്കെ എടുത്ത് I deliver it, like, So one of the project I worked was for Pfizer vaccine during COVID. Okay. And it was definitely high pressure job, but I still felt like, it was a need of the hour, right? So okay. So I had a lot of those kind of things on my way. So I'm so proud that I can handle that kind of a pressure. So okay. I think that. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സുജിതയുടെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിടത്തോളം ഒരു പഠിപ്പിച്ചായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അതാണോ ഹെൽപ്പ് ചെയ്ത്, അതോ ഈ ഫ്ലെക്സിബിലിറ്റി ആണോ റിയലി ഹെൽപ്പ് യു ടു ഗ്രോ? Okay, not പഠിപ്പിസ്റ്റ് for sure. അതുണ്ടായിരുന്നു, അത് നമ്മുടെ ഒരു ഇത്. But more than that, it's learning. Like, you have to learn from people. Even till today, I learned, because me and Hari, like, we read a lot of books, we watch a lot of educational content, okay. Reading and, learning from other people. Even if you talk about my pageant journey, it's all about learning. Okay. It's, നമ്മളിപ്പോ ഒരു ഇത്ര ഏജ് വെച്ച് ആയി എന്ന് വിചാരിച്ചിട്ട് we cannot stop learning. You have to keep learning. Okay. So that's like, that plays a big role. അല്ലെങ്കിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട്, like, you just feel like, oh, you have a good job, you have a family, like, I feel like I'm not happy with that. Like, I feel like you can still do more. ഐ തിങ്ക് എനിക്ക് രണ്ട് കാര്യം ഇപ്പൊ ഇതിൽ നിന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഫസ്റ്റ് സുദിനെ മീറ്റ് ചെയ്തപ്പോഴും എനിക്ക് കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ യു ഹാവ് എ സപ്പോർട്ടീവ് ഹസ്ബൻഡ്, ആൻഡ് സോ ഹൗ ഇസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ലൈഫ്, ഹരിയുടെയും സുജിതയുടെയും, നിങ്ങൾ എത്രമാത്രം കോംപ്ലിമെന്റ് ചെയ്യേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. Oh yeah, absolutely. So he's from Chennai. I don't know, maybe their culture is different from, Kerala culture or something like that. Or he comes from a family where his mom is working, and, he has a big family, and everybody is like very, they are very outgoing and very broad-minded, basically. എപ്പോഴും പിന്നെ അവരുടെ പാരൻസ് ആണെങ്കിലും ഹരി ആണെങ്കിലും നമ്മളെപ്പോഴും നമുക്ക് എന്താണോ വേണ്ടത്, ലൈക്ക് ജസ്റ്റ് ഗോ ആഫ്റ്റർ ഇറ്റ്, റൈറ്റ്? എപ്പോഴും നല്ല സപ്പോർട്ടാണ് നമുക്ക്. അപ്പോ ആൻഡ് ഹീസ് ഓൾസോ ലൈക്ക്, ആസ് ഐ സെഡ്, റൈറ്റ്, നമുക്ക് രണ്ടാൾക്കും സെയിം മൈൻഡ് സെറ്റാ, ലക്കിലി, റൈറ്റ്? വി ആർ നോട്ട് വെരി ഓക്കെ ഇത്രയും മതി, ഇനി ഒന്നും ചെയ്യാനില്ല. Like, we are always like, okay, what can we do more, right? Like, plus I'm also like, we always say that, we are very blessed. By God's grace, we are blessed. And, whenever we put our authenticity or hard work channel or mindset, I think everything will come in line. Maybe initially very la, but
we still we feel that we always get what we wanted. Okay. So very good. yeah, so I think that's our success mantra or something. We are just very both of us are very honest, and we just feel that you put in the right hard work, and then be authentic. Okay. Just go after it, and I think it's Good. there Good. is Yeah. ഇപ്പൊ ഓഡിയൻസിനോട് പറയുന്നത് ഞാൻ ഹരിന ആയിട്ടുള്ള എന്ന് സംസാരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. വെരി ഗുഡ് ടീം. yeah, absolutely. That's my strength. Yeah. And He's my strength. Even my daughter, she's also my biggest cheerleader. So I feel like Okay. I'm very both of them. Yeah. എനിക്ക് നിങ്ങളുടെ കുട്ടിയാവണേക്കാളും മുന്നും കുട്ടിയായി കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഹാപ്പി ടു സീ. ആൻഡ് അടുത്ത കാര്യം വെച്ചാൽ ഇപ്പോൾ മിസ്സിസ് ഷിക്കാഗോ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ സുചിത്ര ആ ഫോട്ടോ കണ്ടപ്പോഴും അതിൽ സക്സസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യത്തിൽ നമ്മുടെ മലയാളി ഒരാൾ പോയിട്ട് അവിടേക്ക് പോയിട്ട് ഇതൊക്കെ വിൻ ചെയ്തല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു ഇത്രയും ഹൈ പ്രഷർ ജോബിലിരിക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു ഹോബിയൊക്കെ ആസ്പയർ ചെയ്യാനായിട്ട് എങ്ങനെ തോന്നി, അല്ലെങ്കിൽ ഹൗ ഡു യു ഫൈൻഡ് യുവർ ടൈം, അതൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. Okay, sure. Yeah, so I was always interested in fashion while growing up. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എപ്പോഴും ജോലി കിട്ടുക, പഠിക്കുക, അതായിരുന്നു മെയിൻ എയിം. പിന്നെ I always say that education is very important. അത് വിട്ടിട്ട് നമുക്ക്, because that always give you some footing, right? Our financial stability നമുക്ക് എപ്പോഴും വേണമെന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളെപ്പോഴും സ്വന്തം കാലിൽ നിൽക്കണം. അതുകൊണ്ട് നമുക്ക് കുറെ ആൾക്കാരെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഐ ഹെൽപ് സോ മെനി പീപ്പിൾ ഇൻ മൈ നെയ്ബർഹുഡ്, മൈ ഫാമിലി. സോ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോ അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒക്കെ ഉണ്ടെങ്കിലും then I was also thinking that as I said, right, I always feel like God has gifted me with so many blessings. പിന്നെ നമ്മളെപ്പോഴും വിചാരിക്കും ഇത്രയും മതി, what can I do more, right? I want to do something more, right? So I wanted a platform, right? I'm not active in social media or all that, because I was always busy with work and my kid and stuff. Then I just thought if I have a bigger platform, then it might help me to do more for other people, right? നമുക്ക് കുറച്ചും കൂടി ആക്സസ് ഉണ്ടാവും ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മള് I was looking for opportunities. Then definitely I got invited to participate in this Mrs. Pageant. So I just went ahead and just thought I'll try. Then it was, as I said, it was also a good experience, learning a lot, and it was absolutely ആ ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു ആഗ്രഹം for കുറെ നാൾക്ക് ശേഷം അത് I could do it. Okay. പിന്നെ as you said, Hari is very supportive, and he has just always tell me that just go after your dreams. So I felt ഇതിലും കൂടുതൽ നമുക്ക് ഒന്നും വേണ്ട. So that's all it is. Yeah. Okay. ഇപ്പോൾ ശരിക്കും US ആകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നു, പ്ലസ് മോളും വന്നു. അപ്പോൾ പിന്നെ ഈ ഹോബിയും എല്ലാനും, അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി സമയം എങ്ങനെ കണ്ടെത്തുന്നു? നിങ്ങളെപ്പോഴും കുറെ പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് സമയം കണ്ടെത്തുന്ന ആൾക്കാരാണ്. സോ എങ്ങനെയായിരിക്കും ഈ പറഞ്ഞ എല്ലാത്തിനുള്ള സമയം കണ്ടെത്തുന്നത്? എല്ലാവർക്കും എക്സ്പ്ലെയിൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞത്. സോ ഇനി അമേരിക്കയിൽ വേറെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞ ആക്ച്വലി അമേരിക്കയിലാണ് നമുക്ക് എല്ലാ ജോലിയും ചെയ്യണ്ടേ, വീട്ടിലത്തെ ജോലി മൊത്തം ചെയ്യണം. ഇവിടെ നമുക്ക് അങ്ങനെ നാട്ടിലത്തെ പോലെ ഹെൽപ്പ് ഒന്നും കിട്ടില്ല. പക്ഷെ പിന്നെ മോളാണെങ്കിൽ ഡേ കെയറിൽ പോവും. പക്ഷെ it's just my passion actually, right? So I try to find some time after work, evenings, then maybe some late nights, early mornings. Appo I just felt ipo namakku agraha undechu, I just did my arangetam 2-3 years ago in Guruvayur. Okay. So adin late night I used to do dance class. Correct. Appo so that's it. ഡാൻസ് സ്കൂളിൽ നിന്ന് പഠിച്ചതാണോ അതോ US ചെന്നിട്ട് പഠിച്ചതാണോ?
No. I studied. I went for dance class for almost 7 years. പക്ഷെ അന്നത്തെ ആ ഒരു ഇതില് നമുക്ക് പറ്റിയില്ല, അരങ്ങേറ്റമൊന്നും ഗുരുവായൂരൊന്നും പറ്റിയില്ല. പക്ഷെ അപ്പൊ തന്നെ I just thought, look, maybe this is the time, right? So പിന്നെ ഇവിടെ US-ലത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് എല്ലാം പ്ലാനിങ് ആ. യു ഹാവ് ടു പ്ലാൻ യുവർ ഡേ, അതർവൈസ് യു നോട്ട് ഗെറ്റ് എനിത്തിങ് ഡൺ. അപ്പൊ നമ്മളിപ്പോ വർക്ക് ആണെങ്കിലും എല്ലാം ഒരു ടൈം വെച്ചിട്ടാണ് ചെയ്യണത്. So like കാലത്ത് എണീക്കുമ്പോ തന്നെ ഇങ്ങനെ ഇതാണ് ടു ഡു ലിസ്റ്റ് അതൊക്കെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെയാണ് എന്റെ രീതി. അതോ yes. Weekly plan has to be there, right? In this week, this is what we are going to do. This is what we are going to eat. എല്ലാം we'll plan it. So അതെങ്ങനെ നിങ്ങൾ ഹരിയും സുജിതങ്ങളും ഒരുമിച്ചിരുന്നുണ്ടാക്കോ അതോ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കോ? No. Both of us decide actually. Like all this. Yeah, I do the grocery list and what to cook and all that because he's not too much into it. But then he helps me out with the chores also, like house cleaning. But one thing is that he travels also for work, like Monday to Thursday. Okay. So ആ വീക്കിലാണ് മോളെ ഡ്രോപ്പ് ചെയ്യണം, പിക്ക് ചെയ്യണം, എന്റെ ജിമ്മിൽ പോണം, ജോലി ചെയ്യണം, മീറ്റിംഗ്സ്, ഈറ്റിംഗ്, all that stuff. So but yeah, you just take it like see, it's our life after all, right? If I don't do it for ourselves, like who will do it? Okay. Yeah, and plus this is our life, right? There is no escape. You have to do it. So better do it in a very happy and structured way, right? I think that's also, I feel like it's so important that you should have a structure for everything, like your organization skill, like so those things definitely help to have a normal, അല്ലെങ്കിൽ എപ്പോഴും നമുക്കൊരു ആങ്സൈറ്റി ആയിരിക്കും, right? അത് വേണം, ഇത് വേണം. You should have a clear plan, like so then you get to do all your stuff. That's what I'm thinking, like yeah, you have to prioritize and make sure that you have a plan. That's good. So ഇപ്പൊ നമ്മുടെ മേജർ കാര്യം നമ്മളെപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യം വെച്ചാൽ ഹൗ ഡു യു മാനേജ് യുവർ മണി? സുജിത തന്നെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായി. സോ യു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ മണി, ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഹൗ ഡു യു ടേക്ക് കൺട്രോൾ, അതൊക്കെ ഒന്ന് പറയണത് നന്നായിരിക്കും. Okay, yeah. So like as I said, like we should, for everything you need to have a plan, and financial planning is like one of the biggest I think it's a good skill to have. Plus in കോളേജിലും സ്കൂളിലൊന്നും നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും പഠിപ്പിച്ചതില്ല. പിന്നെ we come with a lot of money beliefs. Okay, I think one of my biggest issue is like tackling and understanding that money beliefs, right? paisa, like it's just that money doesn't grow on trees എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പഠിപ്പിച്ചിട്ട് നമ്മൾക്ക് അതൊക്കെ ഒരു like I read the book The Psychology of Money. So അപ്പൊ അതില് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് നമ്മൾ മണി എന്ന് പറയുന്നത് it's just like the way you deal with money is like very different, right? Sometimes people say like treat money like a friend. Right? Respect money, value money, and measure money sometimes, right? Sometimes നമ്മൾ ഇങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കും, but you don't even know like where it is going, right? So I had to really work hard to have a financial discipline. So initially I used to struggle, like because I didn't know like how to handle money. Like even when I was working in Bangalore, I used to get like almost 1 lakh or something as my salary. I used to spend it just like that, right? Like credit card. So then luckily for me, I had my friends, അവരുടെ parents ഒക്കെ മറ്റേ ഗവൺമെന്റ് ജോലിയിലുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവർക്കൊക്കെ അറിയാം എങ്ങനെയാണ് മിനിമം ഒരു LIC പ്ലാൻ എടുക്കും എല്ലാവരും, റൈറ്റ്? അപ്പൊ അതൊക്കെ അവർക്ക് നമ്മൾ ചെറുതായിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോ then that's why I'm like learning from other people, right? Then I also started LIC in Bangalore and like ICICI Prudential, all that, right? So some savings and also tax benefit. അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ when I actually joined with Hari, like that's when we really wanted to make sure that we're not spending all the money. So we always have the budget, like how much to spend for like groceries and allocate for everything, like future savings for every month, make sure that this much is being saved. And so everything you put it in a bucket, right? Like vacation and everything. So and keep looking at it, right? Just to have a sense of like where this is going. Is it
are you still following the plan, right? So plus then keep a room for like, miscellaneous, right? So I think, yeah, just be aware of the money and, do good planning and, budgeting. Yeah, so just control, like, control where this is leaking. And ഇവിടെ ഇപ്പൊ US-ലാണെങ്കിൽ നമുക്ക് എല്ലാ സബ്സ്ക്രിപ്ഷനും ഓട്ടോ ആയിരിക്കും. നമ്മൾക്ക് ഒന്നും അറിയാത്തത് ചിലപ്പോ ഒരു എത്ര $25 $20 എന്നൊക്കെ പറഞ്ഞിട്ട്, സോ അൺലെസ് യു കീപ് ചെക്കിങ് യുവർ ബാങ്ക് അക്കൗണ്ട്, യു വുഡന്റ് ഈവൻ നോ ദാറ്റ് 1 year ഒക്കെ നമ്മൾ അങ്ങനെ ഓട്ടോ ചെയ്തിട്ട് യൂസ് ചെയ്യാത്ത ആപ്പുകളുണ്ട്. പിന്നെ എല്ലാ ഈ നെറ്റ്ഫ്ലിക്സ് ആപ്പ് ആണെങ്കിലും ആമസോൺ പ്രൈം നമുക്ക് എല്ലാം ഉണ്ട്, ബട്ട് വി ഡോണ്ട് ഹാവ് ടൈം ടു വാച്ച് ഓൾ ഓഫ് ഇറ്റ്, റൈറ്റ്? ചിലപ്പോ ഒരു ദിവസമായിരിക്കും നമ്മൾ അതൊരു സിനിമ കാണാൻ വേണ്ടി എടുത്തതായിരിക്കും, ബട്ട് ദെൻ ഇറ്റ് ഇസ് ലീക്കിംഗ് മണി ലൈക്ക് $25 per month. അങ്ങനെയൊക്കെ കുറെ നമുക്ക് പറയാം. എന്താ ദാറ്റ്സ് വൈ ഐ ആം സേയിങ്, ലൈക്ക് unless you look at it, make sure that it is going where it is supposed to, then yes, you can actually save money. So yeah. That's good. ഇവിടെയും ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പല ആൾക്കാരും അറിയാതെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. It's dangerous. We used to have a landline phone, and so when we shifted to this house, we disconnected that landline, and almost like 2-3 years we realized that we are still paying for that line. So yeah, because ചിലപ്പോ ആ പേരൊന്നും നമുക്ക് സ്ട്രൈക്ക് ചെയ്യില്ല, അപ്പൊ നമ്മൾ വിചാരിക്കും this is something else, but then we realized that, oh my God, like, so that's when I started looking at all the credit card and everything. We have to use a lot of credit cards here because we want to build the credit history, right? ഒരു വീടൊക്കെ വാങ്ങിക്കുമ്പോ they will look at your credit history, then will get you the loan. Otherwise, they will never give you a loan. So you have to use credit cards in the US. Yeah, so it's like a non-negotiable. Even if നമുക്കൊരു കാർ റെന്റ് എടുക്കണമെങ്കിൽ തന്നെ they will check your credit history. ഈവൻ റെന്റ് വീടിന് എടുക്കുമ്പോഴും എല്ലാത്തിനും വരുമല്ലോ ഇപ്പൊ ചെക്ക് നമ്മൾ എത്രത്തോളം പ്രോംപ്റ്റ്ലി അത് പേ ചെയ്യുന്നുണ്ട്, നമ്മുടെ പേയ്മെന്റ് ബിഹേവിയർ അവർക്ക് മനസ്സിലാക്കുമല്ലോ. So you have to use credit cards. That's good. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഓഡിയൻസിനോട് ഒരു ഫൈനൽ മെസ്സേജ് കൊടുക്കാൻ? കാരണം ഇതിൽ നമ്മുടെ ഒത്തിരി പാരന്റ്സ് വാച്ച് ചെയ്യുന്നുണ്ടാവും, ഒത്തിരി യങ് ഗേൾസ് വാച്ച് ചെയ്യുന്നുണ്ടാവും. ഈവൻ എനിക്ക് സുജിനോടൊക്കെ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ നോക്കാറുള്ളത് ഗേൾ ബോയ് എന്നല്ല, എനി ജെൻഡർ ഐ തിങ്ക് നിങ്ങളെ ഒരു ലെസൺ എടുക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതേമാതിരി തന്നെ കുറെ മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അവരൊക്കെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരോട് എന്തായിരിക്കും സുജിക്ക് കരിയർ, ലൈഫ് ആൻഡ് മണി പോയിന്റ് ഓഫ് വ്യൂ അഡ്വൈസ് കൊടുക്കാനുള്ളത്? Okay, yeah. Career, like, even starting from young girls, I want to say that, education is very important. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I feel like everybody has a unique talent. Okay, so അപ്പൊ എല്ലാവർക്കും പിന്നെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും you can do something and be financially independent. So at a young age, you have to have a focus that, you have to be financially independent, whichever area you pick, right? Doesn't matter you're studying, like, now cooking, arts and crafts, kore options in it. Like, now there is no limit what you can do in this day and age. Resources are plenty, right? You can learn anything from YouTube or, social media. There are a lot of, options. So don't think like you are in Kerala or Cheriya Gramathilana, because I'm coming from, that kind of a place. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കും they can be anything, they can be anywhere in the world, right? ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കിയിട്ട് നമുക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും നമ്മൾ ലിമിറ്റ് ചെയ്യരുത് നമ്മളെ. ബിക്കോസ് ആർക്ക് എവിടെ വേണമെങ്കിലും എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ കാലത്തുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കൊന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾവേസ് ഫോക്കസ് ഓൺ ബീങ് ഇൻഡിപെൻഡന്റ്. അപ്പൊ നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒരു സൊസൈറ്റിക്കും എല്ലാവർക്കും ഒരു എപ്പോഴും ഒരു ഉപകാരമുള്ള കാര്യമാണ് ഒരാൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു വെച്ചെങ്കിൽ ഐ തിങ്ക് പിന്നെ യു ക്യാൻ ഓൾസോ മോട്ടിവേറ്റ് അതർ പീപ്പിൾ, റൈറ്റ്? ഇൻസ്പയർ അതർ പീപ്പിൾ. സോ ഐ തിങ്ക് it goes a long way, right? That's how you contribute to the society, basically, right? So I strongly believe in that. And family wise, like, always try to choose a partner who uplifts you, like, who has the same value system, who respects you.
who respects your dreams, and of course, involve everybody in the family. So that kind of that's my style, because I give so much importance to family, and I feel like പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വാല്യൂ സിസ്റ്റം തന്നെ വരുന്നത് നമ്മുടെ ഒരു ഫാമിലി. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇസ് ഓൾവേസ് ഗുഡ്, റൈറ്റ്? ബിക്കോസ് you deal with so many different people, but always if you can go back to your family, and it's good, like for any support. So always respect that, and keep that in mind, where you come from, your roots, very important. And coming to finance, I always think that at a young age, even with my daughter, right, I give her like $10 when I go for grocery shopping. I give her $10 and ask her to pick the stuff, right? So she will choose like sometimes apples, sometimes Cheetos, sometimes some. So I want her to be friendly with money, right? Like she should know how to handle the money, right? Wisely. So a lot of people do that. We used to have that piggy bank, right, in Naatloke, നമ്മൾ പഠിക്കുമ്പോൾ. പക്ഷെ how much that helped you, I don't know. പക്ഷെ കുറച്ച് പൈസ കൊടുത്തിട്ട് നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് tell them how to manage that, right? ഇപ്പൊ നമ്മളിപ്പോ ഒരു PG താമസിക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ പോകുമ്പോഴും ഒരു പോക്കറ്റ് മണി കൊടുത്തിട്ട് how to manage that entire 1 month, right? അങ്ങനെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം. ഇപ്പൊ സ്കൂളിൽ പോണ കാര്യമാണെങ്കിലും you can tell them to like be friendly with money. Then stop giving all this false beliefs, right? നമ്മുടെ പാരന്റ്സോ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സോ പറഞ്ഞ കാര്യങ്ങള് അത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാതിരിക്കുക. Then always tell them to respect money and value money, and so don't be fearful of money. Oh, പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങനെയുള്ള കുറെ ബിലീഫ്സ് ഉണ്ട്. അതൊന്നും പറയാതിരിക്കുക കുട്ടികളുടെ അടുത്തും ആരുടെ അടുത്തും കണ്ടീഷനെ. സോ വി ഓൾവേസ് തോട്ട് ലൈക്ക് ഓക്കെ പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൈസ ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ പാരന്റ്സ് പറഞ്ഞ കാര്യങ്ങള് that will take so much time to break that barrier. Okay. Good. I think Yeah. വെരി വാലിഡ് പോയിന്റ്. ഇപ്പൊ ശരിക്കും സുജിതനോട് വർത്തമാനം പറയുമ്പോൾ ഒന്ന് യു സ്റ്റാർട്ടഡ് ഫ്രം കുന്നംകുളം, പിന്നെ നാട്ടിലൊക്കെ പഠിച്ചു, അത് കഴിഞ്ഞ് ബാംഗ്ലൂർ പോയി, ആൻഡ് ബാംഗ്ലൂരിൽ നിന്ന് US പോയി, ആൻഡ് US ഹാപ്പി ആയിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ ഒത്തിരി ഹോബീസും കാര്യങ്ങളൊക്കെ നോക്കുന്നു. അപ്പോൾ ഈവൻ അന്ന് ഞാൻ അത് പത്രത്തിൽ കണ്ടതും ഇതൊക്കെ വളരെ നല്ല കാര്യമായിരുന്നു. ആൻഡ് യു വിൽ ബി ഹാപ്പി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ. ആൻഡ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒത്തിരി ആളുകൾ ഇപ്പോൾ സുജനയൊക്കെ പോലെ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോക്ക് അവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം അതാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ എനിക്കും പറ്റും എന്നുള്ളൊരു ബിലീഫ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ സംസാരം ഒത്തിരി ആൾക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ടേക്കിംഗ് ടൈം ഔട്ട് ഫോർ ദിസ് കോഴ്സ്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സന്തോഷമാവട്ടെ. എനിത്തിങ് ലാസ്റ്റ് മെസ്സേജ് യു വാണ്ട് ടു ഗീവ്? Okay, sure. Yeah, that's what ഞാനിപ്പോ ഇവിടെ എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വെച്ചുകഴിഞ്ഞാൽ ബാക്കിയുള്ളവർ നമ്മളെ കണ്ടിട്ട് ലൈക്ക് doesn't matter, right? Like where you come from, your background, your age, your current circumstances. അത് ഒരിക്കലും നമ്മളെ ഡിഫൈൻ ചെയ്യുന്നില്ല നമ്മുടെ ഫ്യൂച്ചർ എവിടെ പോകും. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ ഫ്യൂച്ചർ എവിടെ കൊണ്ടേ എത്തിക്കണമെന്ന്. അത് എല്ലാവർക്കും പറ്റും എന്നുള്ളത് എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് എല്ലാവരുടെ അത്രേ പറയാനുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയിട്ട് നിങ്ങൾ അയ്യോ എനിക്ക് ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും നമ്മൾ പുറകോട്ട് വലിക്കരുത്. നമുക്കും പറ്റും, നമുക്കും പോവാൻ പറ്റും. ഇത് ചില ആൾക്കാരാണെങ്കിൽ നമ്മളിപ്പോ കണ്ടിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ഫാമിലി സപ്പോർട്ട് ഇല്ല, ഫിനാൻഷ്യലി സൗണ്ട് അല്ല. പക്ഷെ നമുക്ക് നമ്മുടെ മേലൊരു വിശ്വാസം, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളും ബാക്കിയുള്ളവരെ പോലെ നമുക്കും കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ there is no doubt it will always go, right? Life will meet you in the middle. That's what people say, life will meet you in the middle. You put in the hard work, you be very positive, it will work out. It will definitely work out for you. So I want everybody to try and do that, so cool. That's my message. Yeah, That's cool. Thank you so much. Thank you for taking time out here.
കൂൾ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വുമൻസ് ഡേ. ആൻഡ് എനിക്ക് എപ്പോഴും ഹാപ്പി വുമൻസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം മാത്രമല്ല വുമൻസ് ഡേ വേണ്ടത്, എല്ലാ ദിവസവും വുമൻസ് ഡേ ആയിരിക്കണം. ആൻഡ് താങ്ക് യു ശ്വേത ഫോർ ടേക്കിംഗ് ടൈം ഔട്ട് ഫോർ ദിസ്. Yeah. Thank you, Nikhil. Thank you.